ദൈവനാമം മഹത്വപ്പെടട്ടെ. നോമ്പുനാളിലെ മറ്റൊരു ധ്യാനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 1-ാമത്തെ വാക്യം, സൗമ്യതയുടെ ആത്മാവിൽ യഥാസ്ഥാനപ്പെടുത്തുവിൻ. നോമ്പിന്റെ നാളുകളിൽ നാം ഒരുപാട് ധ്യാനങ്ങൾ ധ്യാനിക്കാറുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ചെറിയൊരു വാക്കാണ് യഥാസ്ഥാനപ്പെടുത്തുവിൻ. സ്ഥാനം തെറ്റിക്കിടക്കുന്ന ജീവിതങ്ങളിൽ യഥാസ്ഥാനത്തേക്ക് മടങ്ങി വരുവാനുള്ള ഒരു അവസരം നമ്മളിലൂടെ ഉണ്ടാകണം എന്നത് തന്നെ. യഥാസ്ഥാനപ്പെടുത്തുവിൻ എന്നതിന് യവന ഭാഷയിൽ പരാമർശിക്കുന്ന വാക്ക് കറ്റാർട്ടിസോ എന്നുള്ള വാക്കാണ്. അതിനർത്ഥം ജോയിൻ ദ ബ്രോക്കൺ ബോൺസ്, അതായത് വിഘടിച്ചു നിൽക്കുന്ന അസ്ഥികളെ നേരെയാക്കുന്ന ഒരു അനുഭവം. അതാണ് യഥാസ്ഥാനം. പ്രിയപ്പെട്ടവരെ, ഈ നോമ്പിന്റെ ദിനങ്ങൾ യഥാസ്ഥാനപ്പെടുവാനുള്ള ദിനങ്ങളാണ്. എന്താണ് യഥാസ്ഥാനം? ഇന്ന് ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്നും ആയിരിക്കേണ്ടുന്ന അവസ്ഥയിലേക്കുള്ള ഒരു മാറ്റമാണ് യഥാസ്ഥാനപ്പെടൽ എന്നുള്ളത്. ഒറ്റവാക്കിൽ പറഞ്ഞാൽ രൂപാന്തരം, മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ മാനസാന്തരം. ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് യഥാർത്ഥത്തിൽ നീ നല്ലൊരു മനുഷ്യനായിരിക്കണം എന്നുള്ളത് തന്നെ. ക്രിസ്തുവിന്റെ ശുശ്രൂഷയിലും വാക്കിലും പ്രവൃത്തിയിലും വ്യക്തമാകുന്നത് ഈ വലിയൊരു മനുഷ്യത്വത്തിന്റെ വാക്കുകൾ തന്നെയാണ്. തീർച്ചയായിട്ടും ഈ നോമ്പിന്റെ നാളുകളിൽ നീ ഒരു മനുഷ്യനായി മാറണം. ഇന്ന് നീ നിൽക്കുന്ന സ്ഥാനം എവിടെയാണ്? അപ്പന്റെ അടുത്ത് നിൽക്കേണ്ടുന്ന നീ പന്നിക്കൂട്ടിൽ നിൽക്കുന്ന, ദുർഗന്ധം വമിക്കുന്ന ചില അനുഭവങ്ങളിലൂടെയാണെങ്കിൽ ഇന്ന് മടങ്ങി വരവിനുള്ള സമയമാണ്. അതുകൊണ്ട് ഇന്നത്തെ ധ്യാനം ഇതാരെല്ലാം കേൾക്കുന്നു എന്നച്ഛൻ അറിയില്ല, പക്ഷെ കേൾക്കുന്ന നിങ്ങളുടെ ജീവിതങ്ങളെ ഒന്ന് വിചിന്തനം ചെയ്യണം. ഇത് മടങ്ങി വരവിന്റെ നിമിഷമാണ്. അതുപോലെ തന്നെ ബന്ധങ്ങൾ ഇന്ന് ശിഥിലമാക്കപ്പെടുന്ന കാലഘട്ടമാണ്. നിസ്സാര പ്രശ്നങ്ങളിൽ ബന്ധങ്ങൾ ശിഥിലമാക്കപ്പെടുന്നു. പ്രിയപ്പെട്ട ജീവിതങ്ങളെ, വെറുപ്പിന്റെ തലങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ ഇങ്ങനെ ഉണ്ടാകും തോറും നിങ്ങൾ രോഗികളായി മാറുകയാണ്. കാരണം എന്തെന്നറിയാവോ? നിങ്ങളുടെ ഉള്ളിൽ വെറുപ്പുള്ള ഒരാളിനെ കാണുമ്പോൾ തന്നെ നിങ്ങളുടെ സ്ട്രെസ് ലെവൽ കൂടുകയാണ്. ഹോർമോണുകൾ, കോർട്ടിസോളും അഡ്രിനാലിനും ഒക്കെ ക്രമാതീതമായി വർദ്ധിക്കും. ഉറക്കമില്ല, നിരാശ, ദഹന പ്രക്രിയ സുഗമമായി നടക്കുന്നില്ല. എന്തിനാ നമ്മൾ പകയും വിദ്വേഷവും വെച്ച് പുലർത്തി നമ്മൾ തന്നെ രോഗിയായി മാറുന്നത്? ഇവിടെ അപ്പോസ്തലനായ പൗലൂസിന്റെ വാക്കുകൾ അത് അനുഗ്രഹത്തിന്റെ വാക്കുകളാണ്. യഥാസ്ഥാനപ്പെടുവിൻ. ഇന്ന് അകന്നു നിൽക്കുന്നവരാണോ? അപ്പന്റെ അരികിലേക്ക് അടുത്തു വാ. ജീവിതത്തിൽ ആരോടെങ്കിലും വെറുപ്പുണ്ടെങ്കിൽ ഇന്ന് നിരപ്പിന്റെ അനുഭവത്തിലേക്ക് മടങ്ങി വാ. അങ്ങനെയെങ്കിൽ ഈ നോമ്പ് അർത്ഥവത്തായി തീരും. പ്രിയപ്പെട്ടവരെ, സർവശക്തനായ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഒരു അനുരഞ്ജന പാത പിന്തുടരുവാനും ശിഥിലമാക്കപ്പെട്ടെടുത്ത് അനുരഞ്ജനത്തിന്റെ പാത തുറക്കുവാനും ക്രിസ്തുവിൽ ആശ്രയിച്ച് ജീവിതം മുന്നോട്ട് നയിക്കുവാനും കർത്താവ് ഒന്ന് കൃപ നൽകട്ടെ. എല്ലാ പ്രാർത്ഥനയും ആശീർവാദവും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.